എസ്റ്റേറ്റ് ഭൂമി കച്ചവടത്തിന്റെ കാലമാണ്. എല്ലാവരും മറിച്ചിടുക, അങ്ങോട്ട് മറിച്ചിടുക, അങ്ങോട്ട് മറിച്ചിടുക, അങ്ങോട്ട് മറിച്ചിടുക, ഭയങ്കര പൈസയാണ്. നിങ്ങൾ ഗൾഫിൽ വന്നൊരു 10 കൊല്ലമായി, ഇന്നലെ കച്ചവടം തുടങ്ങിയിട്ടുള്ളൂ. അങ്ങനെ വിലസും നിങ്ങളിങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ മീൻ മാർക്കറ്റിൽ പോയിട്ട് ഇങ്ങനെ വില ചോദിക്കും. ആകോലിക്ക് 600 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്നും കൂടി ചിന്തിക്കും, ഇത്രയും വേണോ? മറ്റോ വന്നിട്ട് ഓന്റെ ഫോണ് കൊണ്ട് മറിച്ചിട്ട് ചോദിക്കും, ഇതെങ്ങനെ ഫ്രഷ് അങ്ങനെ 600 വേണം, 2 കിലോ തൂക്ക്. നിങ്ങൾ ഗൾഫിൽ 10 കൊല്ലമായി, മറ്റവൻ അവിടെ റിയൽ എസ്റ്റേറ്റ് നടത്തിട്ട് 6 മാസമായിട്ടു. വലിയ കച്ചവടക്കാരാണ്. എങ്ങനെ സക്കാത്ത് കണക്കൂട്ടുന്നത്? കച്ചവടത്തിനുള്ള ഭൂമി വാങ്ങിച്ചതുണ്ടോ? 10 സെന്റോ? എത്ര സെന്റാണ് നിങ്ങളുടെ അധീനതയിൽ? എത്ര ഭൂമിയുണ്ട്? നിങ്ങൾ താമസിക്കുന്ന വീടിന് സക്കാത്തില്ല. നിങ്ങൾ താമസിക്കുന്ന വീട് നിൽക്കുന്ന ആ ഭൂമിക്കും സക്കാത്തില്ല. അതിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ, വരുമാനമുണ്ടെങ്കിൽ അതിന് സക്കാത്തുണ്ടത് വേറെയാണ്. അത് കാർഷികോൽപ്പന്നം എന്ന നിലക്കാണ്. അതേ അവസരത്തിൽ നിങ്ങളുടെ കീഴിൽ സമ്പത്തുണ്ടോ? നിങ്ങൾ ഭൂമി വാങ്ങിയിട്ടിട്ടുണ്ട്, വില കൂടുമ്പോൾ വിൽക്കണം എന്ന നിലക്കുള്ള കച്ചവടത്തിനാണ് ഭൂമി വാങ്ങിയിട്ടിട്ടുള്ളതെങ്കിൽ ആ കച്ചവടത്തിന് നിങ്ങൾ വാങ്ങിവെച്ചിട്ടുള്ള ഭൂമിയില്ലേ, ആ ഭൂമിക്ക് നിങ്ങൾ വർഷാവർഷം നിങ്ങൾ കണക്ക് നോക്കണം. അതിന്റെ ഇപ്പോഴത്തെ റേറ്റ് എത്ര? നിങ്ങൾ അന്ന് വാങ്ങിയത് 10 സെന്റ് 5 ലക്ഷത്തിനാണ്. കാലാകാലം 5 ലക്ഷത്തിന്റെ സക്കാത്തല്ല കൊടുക്കേണ്ടി. ഒരു കൊല്ലം പറഞ്ഞപ്പോ എത്ര മാർക്കറ്റിൽ റേറ്റ് കിട്ടാവുന്ന ഒരു റേറ്റ്, വലിയതും പറയേണ്ട, കുറക്കും വേണ്ട, ഒരു മീഡിയം. ആ റേറ്റ് കൂട്ടിയിട്ട് അതിന്റെ 2.5% കൊടുക്കണം. ചില ആൾക്കാർ കച്ചവടമാകുമ്പോൾ മാത്രം കൊടുത്താൽ മതി. പോരേ ചില ഇതിലാണ് നീട്ടിയിരുന്നത് വില കൂടാന്. ഇപ്പൊ കിട്ടിയ വിലക്ക് പോരാഞ്ഞിട്ടല്ലേ? കൊടുക്കണം. എല്ലാ കൊല്ലവും കൊടുക്കണം. എല്ലാ കൊല്ലവും ആ ഭൂമിയുടെ എത്രയാണോ വില കണക്കൂട്ടിയിട്ട് അതിന് 2.5% കൊടുക്കണം. പിന്നെ നിങ്ങൾ വിറ്റാൽ പിന്നെ ആ വിറ്റിട്ടുകളുടെ കയ്യിൽ പൈസ വരൂലേ, അതിനൊരു കൊല്ലം തകീത പിന്നെ വേറെയും കൊടുക്കണം. അതുകൊണ്ട് ഭൂമി കച്ചവടം, ഭൂമി ഉണ്ടല്ലോ, ആരടുത്തൊക്കെ ഉണ്ടോ എല്ലാവരും നോക്കിക്കൊള്ളി. എത്ര ഉണ്ട് ഭൂമി? കച്ചവടത്തിന് വെച്ച ഭൂമി എത്ര ഉണ്ട്? അതിന്റെ സക്കാത്തിൽ കൊടുക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആർക്കൊക്കെ കൊടുക്കണം? ഇസ്ലാം പറഞ്ഞു 8 വിഭാഗം ആളുകൾ. ഇന്നമ സ്വദഖാതു ലിൽഫഖറാഇ വൽമസാകീൻ വൽആമിലീന അലൈഹാ വൽമുഅല്ലഫതി ഖുലൂബുഹും വഫി الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم. നിശ്ചയമായും ധർമ്മം, സദഖ, നിർബന്ധമായ സക്കാത്തിനെ പറ്റി അല്ലാഹു പറയാണ്. ആ സക്കാത്ത് ആർക്കൊക്കെയാണ്? ലിൽ ഫഖറായി, അഗതികൾക്കും, വൽ മസാകീനി, മിസ്കീനുകൾക്കുമാണ്, ദരിദ്രന്മാർക്കും മിസ്കീനുമാർക്കും. ഒന്നാമത്തെ വിഭാഗം ഫഖറാ, ദരിദ്രന്മാർ. അത് ചോദിച്ചു വരും, ചോദിക്കാത്തവരുണ്ടാവും. വളരെ പ്രയാസങ്ങളിൽ അനുഭവിക്കുന്ന ഫക്കീർ, അവന്റെ ആവശ്യത്തിനൊന്നും തികയുന്നില്ല. ഫക്കീർ മിസ്കീനാവുമ്പോൾ കുറച്ചും അയാൾ ചോദിക്കൂല, അയാളുടേതായ പ്രശ്നങ്ങൾ ഒരു മനുഷ്യനോട് പറയൂല, അഭിമാന ബോധം കൊണ്ട് ഒരാളോടും മുണ്ടൂല, പ്രയാസം സഹിച്ച അയാൾ മുന്നോട്ട് പോകും. അങ്ങനത്തെ ആളുകളെ കണ്ടറിഞ്ഞ് കൊടുക്കണം. ആ കിട്ടുന്നുണ്ട്, ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ അയാൾക്ക് തീരെ തികയുന്നില്ല, ഒന്നിനും തികയുന്നില്ല. ധാരാളം അടിച്ചിട്ടല്ല, അയാളുടെ അത്യാവശ്യത്തിന് പോലും തികയുന്നില്ല. ചടങ്ങളാണ് ഇങ്ങനത്തെ കാലം. സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ, ഇസ്ലാമിക രാഷ്ട്രമുള്ളയിടത്ത് അതിന്റെ വിലായത്ത് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഭരണാധികാരി, അവരെ അതിന്റെ കൃത്യമായ അധികാരം ഏൽപ്പിച്ചിട്ടുള്ള ആ നിലക്കുള്ള കൈകാര്യകർത്താക്കൾ, ഇസ്ലാമിലേക്ക് ഹൃദയം മെണക്കപ്പെടേണ്ടവർ, ആ നിലക്ക് ഇസ്ലാമികമായി ഇതിനൊക്കെ വിശദവിവരങ്ങളുടെ ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. അടിമമോചനം എന്നതില്ല. ഒരു ഗാരിമീന, കടബാധ്യതർ, സ്വന്തം ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങി കഷ്ടപ്പെട്ടവർ, ഒരുപാട് കടങ്ങളുള്ളവർ, സ്വന്തം ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങി, അത്യാവശ്യത്തിന് വേണ്ടി കടം വാങ്ങിയവർ, അല്ലെങ്കിൽ വേറൊരാളുടെ കടത്തിന് ജാമ്യം നിന്ന് പെട്ടുപോയതാണ്. വേറൊരാളുടെ കടം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ അയാളെ വിശ്വസിച്ച് ജാമ്യം നിന്നതാണ്. അങ്ങനെ ഇയാളുടെ പരിധിയിലായി ആ കടം, അയാളും അതിൽപ്പെടും. തനിക്ക് വേണ്ടിയോ മറ്റൊരാളുടെ പേരിലോ കടബാധ്യനായ ഒരാൾ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗം, യുദ്ധമാർഗമാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ മാർഗം പള്ളി ഉണ്ടാക്കാനും മദ്രസ ഉണ്ടാക്കാനോ അല്ല, അത് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗം എന്ന് പറയുമ്പോൾ അവിടെ ഫീ സബീലില്ലാഹ്, ജിഹാദ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടം, ആ ജിഹാദിന്റെ മാർഗം, അതിനുവേണ്ടി എന്നതാണ് ഉദ്ദേശം. വിശദാംശങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഞാൻ അങ്ങോട്ടിപ്പോൾ പ്രവേശിക്കുന്നില്ല. വബിനി സബീൽ, 8ാമത്തെ വിഭാഗം വഴിയാത്രക്കാർ. ഒരു യാത്രക്കാരൻ ഇടയ്ക്ക് വെച്ച് പൊക്കറ്റടിക്കപ്പെട്ടു പോയി, അല്ലെങ്കിൽ അയാൾ കഷ്ടപ്പെട്ടു, അയാളുടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകാൻ നിവൃത്തിയില്ല, അയാൾ പ്രവാസിയായിട്ട് ഒരു രാജ്യത്ത് കുടുങ്ങി, അയാളുടെ നാട്ടിലെത്താൻ നിവൃത്തിയില്ല, ഒരു അടി മുന്നോട്ട് പോകാൻ അയാൾക്ക് ഒന്നുമില്ല, കുടുങ്ങി നിൽക്കുകയാണ്. നാട്ടിലാണെങ്കിൽ വലിയ പണക്കാരനാണ്, എന്നാലും അയാൾ ആ നിലക്ക് വഴിപോക്കനായ അയാൾ
അപ്രക്കാരനായ അയാൾ കുടുങ്ങിയെങ്കിൽ അയാൾക്കും സക്കാത്തില്ലെന്ന് ഇസ്ലാം വിഹിതം നിശ്ചയിച്ചിട്ടുണ്ട്. ഫരീദത്തൻ മിനല്ലാഹ്, അതൊക്കെ അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ള നിയമമാണ്, അവൻ നിശ്ചയിച്ച നിർബന്ധമായ കാര്യമാണ്. അല്ലാഹു അലീമുൻ ഹകീം, അല്ലാഹു എല്ലാ കാര്യവും നന്നായി അറിയുന്നവനാകുന്നു എന്ന് ഇസ്ലാം പറയാം. അതുപോലെ തന്നെ പല ആളുകളും ചോദിക്കാണ്ട് കുടുംബങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? കുടുംബത്തിൽ അർഹരായ ആളുകളുണ്ടെങ്കിൽ കൊടുക്കാം. എപ്പോഴും നേർക്കുനേരെ കൊടുക്കുന്നതിനേക്കാൾ പൊതുവായിട്ട് കൊടുക്കുന്ന സക്കാത്ത് ശേഖരണ വിതരണ സംവിധാനങ്ങൾ സെല്ലുകളുണ്ടെങ്കിൽ അതിലേക്കാണ് എപ്പോഴും നല്ലത്. അതല്ല നേരിട്ട് കൊടുക്കുകയാണെങ്കിലും നമുക്ക് കൊടുക്കാം, നമ്മുടെ കുടുംബത്തിലും കൊടുക്കാം. കുടുംബത്തിൽ നമ്മൾ അതുവരെ കൊടുത്തിരുന്ന മറ്റുള്ള ചെലവുകൾക്ക് ഇതിൽ വരവ് വെക്കരുത് എന്ന് മാത്രം. എന്റെ പെങ്ങൾ ഒരു പാവപ്പെട്ട പെങ്ങളാണ്, ആ പെങ്ങൾക്ക് വേണ്ടി എനിക്ക് സക്കാത്ത് കൊടുക്കാമോ? കൊടുക്കാം, അവൾ അർഹയാണെങ്കിൽ കൊടുക്കാം. പക്ഷെ അതല്ലാതെ തന്നെ സക്കാത്തൊന്നും അല്ലാതെ തന്നെ ഞാൻ മുമ്പ് ഇങ്ങനെ കൊടുക്കലുണ്ടായിരുന്നു, അത് ഇതിൽ നിന്ന് കിഴിക്കരുത്. പണ്ടേ ഞാൻ സ്വതക്കാന്നുള്ള നിലക്ക് കുടുംബബന്ധം ചേർക്കുക എന്നുള്ള നിലക്ക് എന്റെ പെങ്ങൾക്ക് കൊടുക്കാണ്ട്, അത് ഇതിൽ നിന്ന് എന്ത് ചെയ്യരുത്? കിഴിക്കരുത്. ഇത് വേറെ, അത് പിന്നത്തോടെ തന്നെ ചെയ്യണം. ഒരു ഭർത്താവ്, ആ ഭർത്താവ് വളരെ പാവപ്പെട്ടവനാണ്, ഭാര്യയുടെ അടുത്ത് കുറെ മുതലുണ്ട് എങ്കിൽ പാവപ്പെട്ടവനായ ആ ഭർത്താവിന് ഈ ഭാര്യയുടെ സമ്പത്തില്ലെന്ന് എന്ത് ചെയ്യാം? സക്കാത്ത് കൊടുക്കാം. അതേ തരത്തിൽ ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. കാരണം ഭാര്യയുടെ ചെലവ് നടത്തേണ്ടത് ഭർത്താവാണ്, ഭർത്താവിന്റെ ചെലവ് നടത്തേണ്ടത് ഭാര്യയല്ല. അതുകൊണ്ട് ഭാര്യയുടെ സമ്പത്തിൽ നിന്ന് ആർക്ക് സക്കാത്ത് കൊടുക്കാം? ഭർത്താവിന് കൊടുക്കാം. ആരും കേട്ട് ആശ്വസിച്ച് ദുരുപയോഗം ചെയ്യരുത് കേട്ടോ. കളത്തുനിന്ന് പുറത്തു പോകില്ല, ഏതായാലും ഓളോട് ഇനി പറയാ എന്താക്കി ചെന്നിട്ടാണ്. അതൊക്കെ പടച്ചവനറിയാം നിങ്ങളതിന് അർഹനാണോ അല്ലേ. ഇതൊക്കെ അവിടുത്തെ കണക്കാണ്, പരലോകത്ത് നോക്കണ കണക്കാണ്. മസാലകൾ പറയുമ്പോൾ നമ്മൾ പറയാന്ന് മാത്രം. അവകാശിയാണോ? കൊടുക്കാം. അർഹതപ്പെട്ടതാണോ? വാങ്ങാം, വിരോധമില്ല. അപ്പോ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ പെട്ടെന്ന് മൊത്തത്തിൽ ചില കാര്യങ്ങൾ ഈ വിഷയത്തിൽ നമ്മുടെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ പരിശുദ്ധ റമദാനിലേക്കാണ് പ്രവേശിക്കുന്നത്. പരിശുദ്ധ റമദാൻ ഞാൻ നേരത്തെ പറഞ്ഞൊരു സക്കാത്തിന്റെ മാസവുമല്ല. പക്ഷെ നമ്മൾ മാനസികമായി ശുദ്ധി നേടുന്ന മാസത്തിൽ നമ്മുടെ ധനം ശുദ്ധിയാവാതെ മനഃശുദ്ധി പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് സക്കാത്തിന്റെ കണക്കൊക്കെ നോക്കിയിട്ട് ആരാന്റെ സമ്പത്ത് നമ്മുടെ സക്കാത്തിൽ നമ്മുടെ മുതലിൽ കലർന്നിട്ടുണ്ടെങ്കിൽ ദുആ വരെ സ്വീകരിക്കൂലാന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റമദാൻ എന്ന് പറഞ്ഞ ദുആയുടെ മാസമാണ്. അല്ലാഹുവേ എന്ന് പറഞ്ഞ് നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ ആ ദുആ അല്ലാഹ് കബൂൽ ചെയ്യണമെങ്കിൽ നമ്മുടേതായ സമ്പത്തിൽ മറ്റുള്ളവരുടെ അവകാശങ്ങൾ കലരരുത്. മറ്റുള്ളവന്റെ ഹക്കാണ് അവർക്ക് നമ്മൾ കൊടുത്തു വിട്ടേണ്ടുന്ന സക്കാത്ത്. ഇതെല്ലാവരും വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കുക. കുട്ടികളുടെ കയ്യിൽ പൊന്നുണ്ട്, പെൺകുട്ടികൾ കുറെ 4 പെൺകുട്ടികളുണ്ട്, 4 പെൺകുട്ടികളുടെ അടുത്തും പൊന്നുണ്ട്. ഓരോ പെൺകുട്ടിയുടെ അടുത്തും നിസാബ് തികയില്ല. 4 പെൺകുട്ടികൾ നിസാബ് തികയോ? ഉത്തരവാദം ആർക്കാണ്? കുടുംബനാഥൻ. അയാൾ കണക്കൂട്ടി കൊടുക്കണം. എന്റെ കുട്ടിയുടെ അടുത്ത് ഒരു 2 പവനുണ്ട്, മറ്റവളടുത്ത് ഒരു 2 പവനുണ്ട്, മറ്റവളടുത്ത് 2 പവനുണ്ട്, അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റൂല. ആരാ ഉടമാധികാരി? ആരാണ് ഉടമസ്ഥൻ? നോക്കണം.